السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. والذاكرين الله كثيرا والذاكرات أعد الله لهم مغفرة وأجرا عظيما. മാന്യ സഹോദര സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ യാസിർ ദൗസരി ചർച്ച ചെയ്തതായ വിഷയം ദിക്റുള്ളയാണ്. ദിക്റുള്ള എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാധനകളുടെ, നാം ചെയ്യുന്ന സർവ്വ ഇബാദത്തിൻ്റെ മജ്ജയാണ് ദിക്റുള്ള. നാം ചെയ്യുന്ന സർവ്വ പ്രവർത്തനം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതെല്ലാം ദിക്റുള്ളയിലൂടെ കറങ്ങുന്നു. എല്ലാ അമാലുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശറഅാക്കിയത് അള്ളാഹുവിനുള്ളതായ ദിക്ർ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിനോടുള്ളതായ ബന്ധം സൃഷ്ടികൾക്ക് ദിക്റിലൂടെയാണ് സംഭവിക്കുക. ആ ദിക്ർ നാം എപ്പോൾ വർദ്ധിപ്പിക്കുന്നു, അപ്പോഴെല്ലാം നാം അള്ളാഹുമായുള്ള ബന്ധം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ദിക്ർ അഥവാ അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് എത്ര നമ്മിൽ കുറയുന്നു, അത്ര നാം അള്ളാഹുവിൽ നിന്നിട്ട് ദൂരപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിക്റുള്ളയുടെ പ്രത്യേകത ഉൾക്കൊള്ളുന്ന ധാരാളം ആയത്തുകളും ധാരാളം ഹദീസുകളും നമുക്ക് കാണാം. ഞാൻ ഓതിയതായ ആയത്ത് അതിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 10ഓളം പ്രത്യേകതകൾ മുഅ്മിനീങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവസാനമായിട്ട് വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നതായ പുരുഷന്മാർ, സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നതായ സ്ത്രീകൾ, രണ്ട് വിഭാഗത്തെയും അള്ളാഹു പ്രത്യേകം എണ്ണി പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ അദ്ദല്ലാഹു ലഹും മഗ്ഫിറത്തൻ വഅജ്റൻ അദീമ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനവും വളരെ വളരെ വലിയ അജ്റും പ്രതിഫലവും, വളരെ കൂടുതൽ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത നൽകിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അലാ ഉനബ്ബിയുക്കും ബിഖൈരി അമാലിക്കും, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഉത്തമമായ, ഏറ്റവും ഖൈറായ അമലിനെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വാസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങളുടെ നേതാവായ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ, അവന്റെ അടുക്കലേക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതായ ഇബാദത്ത്. വഅർഫഇഹാ ഫീ ദറജാതിക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതായ ദറജാത്തുകൾ വർദ്ധിക്കാനുള്ളതായ കാരണവും അതിലൂടെ ലഭിക്കും. വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിദ് ദഹബി വരിഖ്, അതുപോലെ തന്നെ നിങ്ങൾ സ്വർണത്തെയും വെള്ളിയെയും ചെലവഴിക്കുന്നതിനേക്കാളും ഉത്തമമായ ഒരു സൽക്രമമാണ് ഖൈറുൽ ലക്കും മിൻ അൻ തൽഖൂ അദുവക്കും ഫതദ്രിബു അനാഖഹും വയദ്രിബു അനാഖക്കും, നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളോട് നേരിട്ടുകൊണ്ട് അവരുടെ കഴുത്ത് വെട്ടുക, അവർ നിങ്ങളുടെ കഴുത്ത് വെട്ടുക പോലത്തതായ ജിഹാദ്, അള്ളാഹുവിന്റെ വഴിയിൽ പോരാടുക എന്ന ആ യുദ്ധത്തെക്കാളും ശ്രേഷ്ഠതയുള്ളതായ അമലി ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് റസൂൽ ചോദിച്ചു. സഹാബാക്കൾ അതേ റസൂലെ എന്ന് മറുപടി നൽകി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ദിക്റുല്ലാ, അതാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നത്. കാരണം എല്ലാ ഇബാദത്തുകൾ നാം ഈ പറഞ്ഞതായ, ഈ ഹദീസിൽ പറഞ്ഞതായ സർവ്വ ഇബാദത്തിന്റെയും മജ്ജ നിലകൊള്ളുന്നത്, അതിന്റെ കൺട്രോൾ നിലകൊള്ളുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് അത് ദിക്റുള്ളയിൽ കൂടിയാണ്. ലിഅന്ന ദിക്റല്ലാഹി യുർദിർ റഹ്മാൻ വയസീദുൽ ഈമാൻ. മക്ക ഇമാമ് തുടരുന്നു, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുക എന്നത്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നാം അതിലൂടെ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുക എന്നത് ഉണ്ടാകുന്നു. അപ്രകാരം തന്നെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നു. അപ്രകാരം തന്നെ പിശാചിനെ നാം ആട്ടിക്കൊണ്ടേയിരിക്കുന്നു. ദിക്റുള്ള വർദ്ധിപ്പിച്ചുകൊണ്ടേ, അത് ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നവരിൽ പിശാചുണ്ടാകുന്നതല്ല, അവന് ദേഷ്യവും കോപവും ഉണ്ടാകുന്നതും അവൻ ദൂരപ്പെടുന്നതുമാണ്. അതുപോലെ തന്നെ നാം മനുഷ്യ സഹജമായിട്ട് നമുക്കുണ്ടാകുന്നതായ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം നീക്കൊണ്ടേ ഇരിക്കും ദിക്റുള്ള വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്ന സന്ദർഭത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ വളർച്ച നമുക്കുണ്ടാകുന്നതും, നമുക്ക് സന്തോഷമുണ്ടാകുന്നതും, നമുക്ക് നമ്മുടെ ഹൃദയത്തിനെ ഹയാത്താക്കാൻ അതിലൂടെ സാധിക്കുന്നതും, നമുക്ക് നശാത്തുണ്ടാകുന്നതും അഥവാ ആവേശവും ഉന്മേഷവും ഇബാദത്ത് ചെയ്യാനുണ്ടാകുന്നതും ആണ്. അതുപോലെ തന്നെ നമുക്ക് ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ദിക്റുള്ളയുടെ നൽകുന്നതായ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ ഫദ്കുറൂനി അദ്കുറുക്കും ഏറ്റവും വലിയ ബഹുമതി അത് അല്ലാഹു നമ്മെ സ്മരിക്കും എന്നതാണ്. മലക്കുകളുടെ പരിസരത്തിൽ നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്മരിക്കുന്നതാണ്. നാം അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ, നാം അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുമ്പോൾ. പണ്ഡിതന്മാർ, നമ്മുടെ ഇമാമുകൾ, നമ്മുടെ നേതാക്കൾ ഈ ആയത്തിനെ കുറിച്ച് പറയുന്നു, ഈ ആയത്ത് മാത്രം മതി ദിക്റിനുള്ള പ്രത്യേകത പറയാൻ. അഥവാ അള്ളാഹു നമ്മെ സ്മരിക്കുക എന്നതിനേക്കാളും വലിയ പ്രത്യേകത വേറെന്താണ് ലഭിക്കേണ്ടത്? നാം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഉള്ളതായ പ്രത്യേകതയാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒരാൾക്ക് ദിക്റുള്ള ചെയ്യാനുള്ളതായ ബഹുമതിയും ബഹുമാനവും ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അള്ളാഹുമായുള്ളതായ ബന്ധം ഉണ്ടാക്കാനുള്ളതായ ഒരു മാധ്യമം കണ്ടെത്തി എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ ഒരാൾ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നിട്ട് വിട്ടുനിന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായുള്ളതായ ബന്ധം മുറിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ പറയുകയാണ്, വലദിക്റുല്ലാഹി അക്ബർ. എല്ലാറ്റിലും വലിയ, എല്ലാറ്റിനേക്കാളും വലിയ ഇബാദത്ത്, വലിയ താഅത്ത്, വലിയ കാര്യമാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്നത്. അപ്പോൾ എന്തിനേക്കാൾ, ഏതിനേക്കാളും വലുതാണ് ദിക്റുള്ള. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുകയാണ്, ഉത്ലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി, നിങ്ങളിലേക്ക് നാം ഇറക്കിത്തരുന്നതായ കിതാബിനെ നിങ്ങൾ പാരായണം ചെയ്തു കൊടുക്കുക. വാഖിമിസ്സലാ, നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തുകയും ചെയ്യുക. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ആ നമസ്കാരമായി മാറുകയാണെങ്കിൽ അത് ആ നമസ്കരിച്ചുകൊണ്ടേ ഇരിക്കുന്ന വ്യക്തികളിൽ നിന്നിട്ട് എല്ലാ നീച നികൃഷ്ട പ്രവർത്തനങ്ങൾ ദൂരപ്പെടുന്നതാണ്. വിരോധിക്കപ്പെട്ട സർവ്വ മുൻകറാത്തും ഒഴിവാക്കാൻ അദ്ദേഹത്തിന് അതിലൂടെ സാധിക്കുന്നതാണ്. എന്തുകൊണ്ട്? അതിലൂടെ അവൻ അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് അള്ളാഹു ആയത്ത് സമാപിക്കുന്നത്, വലദിക്റുല്ലാഹി അക്ബർ. അള്ളാഹുവിനെ സ്മരിക്കുക എന്നതാണ് ഏറ്റവും മഹാ ഇബാദത്ത്, ഏറ്റവും വലിയ ഇബാദത്ത്, ഏറ്റവും വലിയ ആരാധന എന്ന്. അപ്പോൾ ആ വലിയ ആരാധന ഉൾക്കൊള്ളുന്നതാണ് നമസ്കാരം. അതുകൊണ്ടാണ് നമസ്കാരം തന്നെ അത്രയും പ്രതിഫലമുള്ളതായി മാറിയത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഖുർആനിലൂടെ അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചത്, നേരത്തെ ഞാൻ കൽപ്പിച്ച ആയത്തിൽ. അതുപോലെ തന്നെ വേറെയും ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ശൈലി ഉപയോഗിക്കുന്നതായിട്ട് കാണാം. യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ കൂടുതലായി സ്മരിച്ചുകൊണ്ടേയിരിക്കണം, കൂടുതലായിട്ട് നാം ചൊല്ലിക്കൊണ്ടേയിരിക്കണം, കൂടുതലായിട്ട് നാം ഓർത്തുകൊണ്ടേയിരിക്കണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവുമായിട്ട് അവന് സ്തുതികീർത്തന നൽകിക്കൊണ്ടേയിരിക്കണം. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയും പോലെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ കൽപ്പിച്ചതായ അദ്കാറുകൾ, ചെല്ലേണ്ടതായ അദ്കാറുകൾ, അത് നമസ്കാരത്തിന് ശേഷം ചെല്ലുന്നതായ അദ്കാറുകളാവട്ടെ, നമസ്കാരത്തിന്റെ അകത്ത് ചെല്ലുന്ന അദ്കാറുകളാവട്ടെ, അപ്രകാരം തന്നെ പ്രഭാതത്തിൽ ചെല്ലേണ്ടതായ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുക. അപ്രകാരം തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 പ്രാവശ്യം ചൊല്ലുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ 100 പ്രാവശ്യമോ അല്ലെങ്കിൽ 70 പ്രാവശ്യമോ ചൊല്ലുക. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് 33 പ്രാവശ്യവും അതിന്റെ പരിപൂർണത അല്ലാഹു അക്ബർ എന്നും പറയുക. അങ്ങനെയുള്ളതായ നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൈനംദിനം രാവിലെയും വൈകുന്നേരവുമായിട്ട് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചതായ അദ്കാറുകൾ തന്നെ ചൊല്ലിയാൽ തീർച്ചയായിട്ടും നമ്മളോട് അല്ലാഹു കൽപ്പിച്ചതായ ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, സത്യവിശ്വാസികളെ, അല്ലാഹുവിനെ നിങ്ങൾ അധികമായി വർദ്ധിപ്പിക്കണം ദിക്ർ ചെല്ലുന്ന കാര്യത്തിൽ. അവന് ദിക്ർ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന കൽപ്പന നാം നടപ്പാക്കിയവരായി മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ കൽപ്പന, അതിന്റെ പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടിയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഫലാഹിനെ, നമുക്കുള്ള പരലോക വിജയം, ഇഹലോക വിജയം എല്ലാം ദിക്റിൽ ഘടിപ്പിക്കാൻ കാരണം. ഉദ്കുറുല്ലാഹ കസീറൻ, നിങ്ങൾ അല്ലാഹുവിനെ കൂടുതലായി സ്മരിക്കുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ വേണ്ടി എന്ന് അല്ലാഹു പറഞ്ഞതായിട്ട് കാണാം ഖുർആനിൽ. അതെ, അപ്രകാരം തന്നെ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന ആ വിഭാഗത്തിന്റെ പ്രത്യേകത ഖുർആനിൽ പറഞ്ഞ ശൈലി ഇങ്ങനെയാണ്: റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ, ഒരു വിഭാഗം മനുഷ്യന്മാർ, അവരെ മുടക്കുന്നതല്ല അവരുടെ കച്ചവടമോ, അതുപോലെ തന്നെ വലാ ബൈഉൻ, ബിസിനസ്സോ കച്ചവടമോ അവരെ മുടക്കുന്നതല്ല. എന്തിനെ തൊട്ട്? അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ സ്മരിക്കുന്നത് തൊട്ട് മുടക്കുന്നതല്ല. അപ്പോൾ ദുനിയാവുമായി ബന്ധപ്പെട്ടതുകൊണ്ടോ ദുനിയാവിൽ ചെയ്യേണ്ടതായ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ളതായ
ആവശ്യമുള്ളതായ സമ്പാദ്യം സമ്പാദിച്ചത് കൊണ്ടോ എന്ത് സംഭവിക്കുന്നതല്ല. സത്യവിശ്വാസിയിൽ നിന്നിട്ട് അള്ളാഹുവിനെ സ്മരിക്കുക എന്നത് അവരിൽ നിന്നിട്ട് നിന്ന് പോകുന്നതല്ല, അഥവാ അതിനെ അവൻ മുടക്കുന്നതല്ല, അതിനെ അവൻ മുടക്കുന്നതല്ല. തുടർച്ചയായിട്ട് അത് ചെയ്തുകൊണ്ടേ ജോലി ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും അതുപോലെ തന്നെ ഏത് ജോലി ചെയ്യുന്ന സന്ദർഭത്തിലും അള്ളാഹുവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ചെയ്യണമെന്ന ഓർമ്മ അവനിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വിട്ടുനിൽക്കണമെന്ന ഓർമ്മ അവരിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതും ദിക്റുള്ളയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തുന്നതിനെ തൊട്ടോ സകാത്ത് കൊടുക്കുന്നതിനെ തൊട്ടോ അവരെന്ത് ചെയ്യുന്നതല്ല, അശ്രദ്ധരാവുന്നതല്ല. എന്ത് കാരണത്താൽ? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയവും കണ്ണും തെരിമറിയുന്ന അട്ടിമറിയുന്ന ആ മഹാരംഗം, ആ പരലോകത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിൽക്കേണ്ട രംഗം, അത് ഓർത്തുകൊണ്ടാണ് അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിൽ, ദിക്ർ ചെല്ലുന്നതിൽ പിന്നിലാവാതെ, ദിക്ർ ചെല്ലുന്നതിനെ മറക്കാതെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടേ ഇരിക്കുന്നതായ ആ ഭാഗം അവർ സെലക്ട് ചെയ്യാൻ കാരണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദിക്റിനെ തൊട്ട് ദൂരപ്പെടുന്ന, അതിനെ തൊട്ട് അശ്രദ്ധരാകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മഹാനാശമാണ് എന്നും ഖുർആനിൽ പറഞ്ഞതായിട്ട് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിന് തൊട്ട് മുടക്കിക്കളയരുത്. അങ്ങനെ മുടക്കിക്കളയുന്ന സന്താനം, മുടക്കിക്കളയുന്നതായ സമ്പത്താണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ ഫൗലൈക ഹുമുൽ ഖാസിറൂൻ, അവർ അങ്ങേയറ്റം നഷ്ടത്തിൽപ്പെട്ടവരാണ് എന്ന് ഖുർആൻ പറയുന്നതായിട്ട് കാണാം. ഏത് ഇബാദത്തുകളെ നാം പരിശോധിച്ച് നോക്കിയാൽ ആ ഇബാദത്തുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശർആക്കിയത് തന്നെ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് പരിശോധിച്ചാൽ കാണാം. അള്ളാഹു ഖുർആനിൽ പറയുകയാണ്, വാഖിമിസ് സ്വലാത ലിദിക്രി, നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്തേണ്ടത് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിനുള്ളതായ സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇന്നമാ ജുഇല തവാഫു വസ്സഅയു ബൈന സഫാ വൽ മർവതി വറമിയുൽ ജമറാത്തി ലിഇഖാമത്തി ദിക്രില്ലാഹ് എന്ന ഹദീസിൽ കാണാം. അതിന്റെ അർത്ഥം എന്താണ്? തവാഫ് എന്തിനു വേണ്ടി നാം ചെയ്യുന്നു? സഅയ് എന്തിനു വേണ്ടി നാം ചെയ്യുന്നു? തവാഫും സഅയും ചെയ്യുന്നത് ഉംറ ചെയ്യുന്നവരും ഹജ്ജ് ചെയ്യുന്നവരുമാണല്ലോ. അപ്പോൾ തവാഫും സഅയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അതുപോലെ തന്നെ കല്ലേറ് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കറിയാം, തവാഫ് ചെല്ലുന്ന സന്ദർഭത്തിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്രകാരം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. സഅയ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ, അപ്രകാരം തന്നെ കല്ലെറിയുമ്പോഴും ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതൊക്കെ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ദിക്റുള്ളയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അത് ദിക്റുള്ളയെ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഇബാദത്തുകളൊക്കെ ശർആക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതിന്റെ ആ രഹസ്യമാണ് നാം ഈ കേട്ടത്, ആ ശൈലിയാണ് നാം ഈ കേട്ടത്. അതുപോലെ തന്നെ സാലിഹാത്തായ അമാലുകളുടെ ഖവാതിമുകൾ, അതിന്റെ അന്ത്യം പരിശോധിച്ച് നോക്കിയാൽ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുള്ള പറയുന്നതായിട്ട് കാണാം. നിങ്ങൾ ഫൈദാ ഖളൈതുമുസ് സ്വലാത്ത, നിങ്ങൾ ഖൗഫിനുള്ള നമസ്കാരം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം ചെയ്യുന്ന വേളയിൽ പോലും നമസ്കരിച്ചുകൊണ്ടേ ഇരിക്കണം. നമസ്കാരത്തിന്റെ ടൈം വന്നാൽ ആ സമയത്ത് അള്ളാഹുവിനെ സ്മരിക്കണമെന്ന് കൽപ്പിച്ചു. ആ നമസ്കരിക്കേണ്ടതായ രൂപവും കൽപ്പിച്ചു. ആ രൂപം പറഞ്ഞതിന് ശേഷം എന്നിട്ട് അതിൽ നിന്നിട്ട് നിങ്ങൾ വിരമിച്ചാൽ, അങ്ങനെയുള്ള നമസ്കാരം നമസ്കരിക്കേണ്ട ചുറ്റുപാടില്ലാതെയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് വേണം? ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ, നിങ്ങൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും അലാ ജുനൂബിക്കും, നിങ്ങളുടെ സൈഡിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ നിങ്ങൾ സ്മരിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്രകാരം തന്നെ സലാത്തുൽ ജുമുഅ നമസ്കാരത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഫൈദാ ഖുദിയത്തുസ് സലാ, ജുമുഅ നമസ്കാരം അവസാനിച്ചു കഴിഞ്ഞാൽ, അത് സമാപിച്ചു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർള്, നിങ്ങൾക്ക് ദുനിയാവിനെ സമ്പാദിക്കാൻ വേണ്ടി, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഭൂമിയിൽ വ്യാപകമാകാം, ഭൂമിയിൽ നിങ്ങൾക്ക് പോകാം, ഭൂമിയിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാം, അതൊക്കെ അനുവദനീയമാണ്. അള്ളാഹുവിന്റെ ഫضല് നിങ്ങൾക്ക് തേടുകയും ചെയ്യാം, ആഗ്രഹിക്കുകയും ചെയ്യാം, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം. പക്ഷേ ഉദ്കുറുല്ലാഹ കതീറൻ ലഅല്ലക്കും തുഫ്ലിഹൂൻ, അവിടെയെല്ലാം നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ് നിങ്ങൾക്ക് വിജയം കൈവരിക്കണമെങ്കിൽ. ഇതിപ്പോൾ പറഞ്ഞത് നാം ജുമുഅയെ കുറിച്ചാണ്. അതുപോലെ തന്നെ നോമ്പിനെ കുറിച്ച് പറയുന്ന ശൈലിയിലും നാം ഇപ്പോൾ വിടവാങ്ങിയ റമളാനിലുള്ളതായ ആ നോമ്പിനെ കുറിച്ചുള്ള ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഒലി തുക്മിലുൽ ഇദ്ദ, നിങ്ങൾ 30 29 ദിവസം പൂർത്തിയാക്കുവാനും, ഒലി തുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ, അല്ലാഹു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മഹാ സൽക്കർമ്മം ചെയ്യാനുള്ള ചാൻസ് തന്ന
അത് ശർആക്കിയ റബ്ബുൽ ഇസ്സത്തിനെ നിങ്ങൾ തക്ബീർ ധ്വനിയിലൂടെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും അവന് ദിക്ർ ചെല്ലുവാനും അതുപോലെ തന്നെ നിങ്ങൾ അവന് നന്ദി പ്രകടിപ്പിക്കുവാനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഹജ്ജിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഫൈദാ ഖളൈതും മനാസികക്കും, നിങ്ങൾ ഹജ്ജിന്റെ അമലുകളൊക്കെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ, നിങ്ങളുടെ വാപ്പമാരെയെല്ലാം പണ്ട് മിനയിൽ വെച്ചിട്ടും മറ്റും സ്മരിക്കാറുണ്ടായിരുന്നു, അവരെ വാഴ്ത്താറുണ്ടായിരുന്നു, പുകഴ്ത്താറുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതലായി നിങ്ങൾ ഹജ്ജിന്റെ അമലുകൾ സമാപിക്കുമ്പോൾ അള്ളാഹുവിനെ നിങ്ങൾ സ്മരിച്ചുകൊണ്ടേയിരിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം കുറിക്കുമ്പോഴും അങ്ങനെ തന്നെ. ഇബാദത്തിന്റെ അവസാനങ്ങളെ കുറിച്ച് കേട്ടതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ച് നമുക്കറിയാവുന്നതുപോലെ റസൂലുള്ളാഹി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ അവൻ പറയുന്നത് അള്ളാഹുവിനുള്ള ദിക്റാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അഥവാ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രമായിരിക്കണം പ്രാർത്ഥന, അവനോട് മാത്രമായിരിക്കണം പ്രാർത്ഥന, അവന് മാത്രമായിരിക്കണം ഇബാദത്തുകളുടെ എല്ലാ ഇനങ്ങളും സമർപ്പിക്കേണ്ടത്, നേർച്ചയാക്കേണ്ടത്, അതുപോലെ തന്നെ അറക്കേണ്ടത്, അതുപോലെ തന്നെ പേടിക്കേണ്ടത്, ഭയപ്പെടേണ്ടത് ആരാധനയാകുന്ന ഭയം, അതുപോലെ തന്നെ സ്നേഹിക്കേണ്ടത് ഏത് ആരാധനയാകുന്ന സ്നേഹം, തവക്കുലാക്കേണ്ടത്, ഭരമേൽപ്പിക്കേണ്ടത്, ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരാള് മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ഭാഗമാണത്. അങ്ങനെ ചെല്ലാൻ ചാൻസ് കിട്ടിയാൽ അവന് സ്വർഗം ലഭിച്ചു എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മക്ക ഇമാം തുടരുകയാണ്, നമ്മുടെ എല്ലാ നിഅമത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാത്തുകൾ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ നിഅമത്തുകളുടെ സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ ദിക്റുള്ള വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. എന്ന് മാത്രമല്ല, നിഅമത്തുകളെ സംരക്ഷിക്കുവാനും ദിക്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്കുള്ളതായ അള്ളാഹു നൽകിയതായ ദിക്റുകൾ നമ്മിൽ നിലനിൽക്കാനും എന്ത് വേണം? ദിക്റുള്ള വർദ്ധിപ്പിക്കണം. അത് വർദ്ധിക്കാനും എന്ത് വേണം? ദിക്റുള്ള വർദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ആ ഹൃദയം പുഷ്ടിയുള്ള ഹൃദയമായി മാറാനും അള്ളാഹുവിനെ ഓർക്കുന്ന ഹൃദയം അത് ജീവനുള്ള ഹൃദയമായി മാറാനും അത് ദിക്റുള്ളയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിതി, അള്ളാഹുവിനെ സ്മരിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കാതിരിക്കുകയും ചെയ്യുന്നതായ ഹൃദയത്തിന്റെ ഉദാഹരണം ജീവനും മരണവും, മരിച്ചവൻ ജീവിച്ചവൻ, അത് രണ്ടുമായുള്ള ചാഞ്ച് പോലെയാണ്. ജീവിക്കുന്നവൻ അത് ദിക്ർ ചൊല്ലുന്നവൻ എന്ന അർത്ഥത്തിലേക്ക്, മരിച്ചവൻ ദിക്ർ ചെല്ലാത്തവൻ എന്ന അർത്ഥത്തിലേക്ക്. അപ്പോൾ നമ്മുടെ ഖൽബിന് ജീവൻ നൽകണമെങ്കിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. ശാന്തിയും സമാധാനവും ഉണ്ടാവേണ്ടതും അത് ദിക്റുള്ളതിലോട് കൂടി തന്നെയാണ്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, ആ സത്യവിശ്വാസികൾക്ക് ഹൃദയത്തിന് ശാന്തിയും സമാധാനവും നേടിയെടുക്കാൻ സാധിക്കുക അള്ളാഹുവിനെ സ്മരിക്കലൂടെ തന്നെയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റുള്ള വർദ്ധിപ്പിക്കുന്ന, അതിനുവേണ്ടി ഇരുന്നു കൊണ്ട് പള്ളിയിലോ അല്ലെങ്കിൽ വീട്ടിലോ എവിടെയാണെങ്കിലും ഇരുന്നു കൊണ്ട് ഒരുമിച്ച് കൂടിയും കൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നതായ വിഭാഗത്തിനെ മലക്കുകൾ വലയം ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ ഏത് സമയത്തും അവരുടെ കൂടെ അവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതും അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിയുന്നതുമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. മദീന ഇമാം ഇന്ന് ചർച്ച ചെയ്തതായ വിഷയം നമുക്കെല്ലാവർക്കും എല്ലായ്പ്പോഴും കേട്ട് പരിചയമുള്ളതായ ആ മഹാ ആയത്തിനെ വിശദീകരിച്ചതായിരുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. ഒരു വിഭാഗം ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, സത്യവിശ്വാസികൾ അല്ലാഹുവിലുള്ളതായ വിശ്വാസത്തിൽ കെട്ടുറപ്പുള്ള വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസം അനുസരിച്ചിട്ട് അതിനെ ആധാരമാക്കി അവന്റെ ജീവിതത്തെ കെട്ടിപ്പടുത്തുകയും ചെയ്യുക. ഇത് എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. ഇസ്തിഖാമ എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആർക്ക്? പ്രാക്ടീസ് ഇല്ലാത്തവർക്ക്. പക്ഷേ പ്രാക്ടീസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, അഥവാ അള്ളാഹുമായുള്ള ബന്ധം, ഞാൻ മക്ക ഇമാമ് പറഞ്ഞതായ ദിക്റുള്ള സ്ഥാപിച്ചുകൊണ്ട് ഇരിക്കുന്നതായ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവന് എളുപ്പമാണ് അള്ളാഹുനെ സ്മരിക്കുന്നതിൽ ഇസ്തിഖാമത്തോടു കൂടി, അള്ളാഹുനെ സ്മരിച്ചുകൊണ്ട് ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക എന്നത്. അതാണ് അള്ളാഹു പറയുന്നത്, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, റബ്ബുനല്ലാഹ് എന്ന് പറയുന്ന അള്ളാഹുനെ സ്മരിക്കലാണല്ലോ
റബ്ബുനല്ലാ എന്ന് പറയൽ, അള്ളാഹു ഞങ്ങളുടെ നാഥനാണ് എന്ന് സമ്മതിച്ചുകൊണ്ട്, അങ്ങനെ സമ്മതിച്ചതിന് ശേഷം സുമ്മസ്തഖാമു, ആ റബ്ബുനല്ലാ എന്ന ആ കലിമത്തിന്റെ മേലിൽ അവന്റെ പ്രവർത്തനത്തെ കെട്ടിപ്പടുത്തുകയും ചെയ്യുക. അതാണ് ഇസ്തിഖാമത്ത്. അഥവാ ചൊവ്വായ ജീവിതം ജീവിക്കുക, അഥവാ വളഞ്ഞ റൂട്ട് കൈകൊള്ളാതിരിക്കുക, നേർക്കുനേരെയുള്ളതായ ഇസ്തിഖാമത്തിന്റെ റൂട്ട് കൈകൊള്ളുകയും ചെയ്യുക. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആർക്കാണ് പ്രയാസം? അത് പ്രാക്ടീസ് കിട്ടാത്തവർക്ക്. പ്രാക്ടീസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം മക്ക ഇമാമ് സംസാരിച്ചതായ ആ ദിക്റുള്ള എപ്പോഴും ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വളരെ ലളിതമായി, വളരെ എളുപ്പമായി അവന് തോന്നുന്നതായിരിക്കും. എന്ന് മാത്രമല്ല, അവൻ ഇസ്തിഖാമത്തോടു കൂടി ജീവിക്കാൻ 5 വക്ത് നമസ്കാരം നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിധികൾ മനസ്സിലാക്കി, ആ വിധികൾ ജീവിതത്തിൽ നടപ്പാക്കി, അള്ളാഹുവിന്റെ വിലക്കുകൾ മനസ്സിലാക്കി, ആ വിലക്കുകൾ ഒഴിവാക്കി ജീവിക്കുക എന്നത് അവന്റെ നിർബന്ധം അവനിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് അവന് ലഭിക്കും. അല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബലനാ, നമ്മുടെ വഴിയിലേക്ക് വരാൻ വേണ്ടി പരിശ്രമിക്കുന്ന വിഭാഗത്തിന് നാം അവർക്കുള്ളതായ ആ വഴിയെ നാം ക്ലിയർ ആക്കി കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും, വളരെ ലളിതമാക്കി കൊടുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു സത്യവാഗ്ദാനം ചെയ്തതാണ്. അങ്ങനെയുള്ളതായ ആ ആയത്തിന്റെ വിശദീകരണം ഇന്ന് മദീന ഇമാം നൽകുകയായിരുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, എന്താണ് സംഭവിക്കുക? ഈ രൂപത്തിൽ, അഥവാ ഒരു മനുഷ്യന്റെ മുസ്ലിമായി ജീവിക്കേണ്ട ജീവിത ശൈലിയാണ് ആ പറഞ്ഞത്. അള്ളാഹു എന്റെ നാഥനാണെന്ന് സമ്മതിച്ച ശേഷം ആ വിശ്വാസത്തെ ആസ്പദമാക്കി ജീവിക്കാൻ തീരുമാനിച്ച വിഭാഗം, ഇസ്തിഖാമത്തോടു കൂടി ചൊവ്വായ റൂട്ട് കൈക്കൊള്ളാൻ തീരുമാനിച്ച വിഭാഗം, തതനസ്സലു അലൈഹിമുൽ മലായിക, അങ്ങനെ കൈക്കൊള്ളാൻ ജീവിച്ച, ആ രൂപത്തിൽ ജീവിതം കൈകൊണ്ട, ആ രൂപത്തിൽ ജീവിക്കാൻ തീരുമാനിച്ച വിഭാഗം എന്താണ് അവർക്ക് ലഭിക്കുക? അവർ മരണപ്പെടുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവരുടെ അടുക്കിലേക്ക് ഹാജരാകുന്നതാണ്. തതനസ്സലു അലൈഹിമുൽ മലായിക, എന്താണ് ആ മലക്കുകളുടെ ഡ്യൂട്ടി? ആ മലക്കുകൾ വന്നുകൊണ്ട് ആ മരിക്കുന്ന മനുഷ്യനോട് പറയുന്നതാണ്, അല്ലാ തഖാഫു വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, ഈ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ പരലോകത്തിൽ വരാൻ പോകുന്ന ശിക്ഷയെ തൊട്ടുള്ളതായ ഭയത്തിൽ നിന്നിട്ട് അവർക്ക് മോചനം ലഭിക്കുമെന്നതായ സന്തോഷ വാർത്തയാണ് ആദ്യമായിട്ട് അവർ നൽകുന്നത്. അല്ലാ തഖാഫു, നിങ്ങളിപ്പോൾ മരണപ്പെടുമല്ലോ, ആ മരണപ്പെടുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഖബറിലേക്ക് പോകണമല്ലോ, നിങ്ങൾ പരലോകത്തിൽ ഹാജരാവണമല്ലോ, അവിടെ നരകമുണ്ടല്ലോ, അവിടെ ശിക്ഷയുണ്ടല്ലോ, അവിടെ വിചാരണയുണ്ടല്ലോ, അതിലൊന്നും നിങ്ങൾക്ക് ഭയപ്പെടേണ്ടതില്ല. വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. മുഫസ്സിറുകൾ പറയുന്നു, മദീന ഇമാം പറയും പോലെ, എന്താണ് ദുഃഖം? നിങ്ങൾക്ക് കുട്ടികൾ ഒഴിവാക്കി, മക്കൾ ഒഴിവാക്കി, ചിലപ്പോൾ ഭാര്യനെ ഒഴിവാക്കി, ഇവിടെ കുടുംബത്തെ ഒഴിവാക്കി പോകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തെ കുറിച്ചാണ്. ആ ദുഃഖവും നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. കാരണം നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, നിങ്ങളുടെ പരലോകത്തിലും നിങ്ങളുടെ ഇഹലോകത്തിലും നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഔലിയാക്കളാണ്. അവരുടെ കാര്യകർത്തൃത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നതാണ്. മക്കളുടെ കാര്യകർത്തൃത്വം അള്ളാഹു ഏറ്റെടുക്കും, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നിട്ട് മലക്കുകൾ ഏറ്റെടുക്കും. കുടുംബത്തിന്റെ കാര്യവും അള്ളാഹു ഏറ്റെടുക്കും. നല്ലവരാണെങ്കിൽ, നല്ലവർ മരിക്കുന്ന സന്ദർഭത്തിൽ നല്ലവർക്ക് കിട്ടുന്ന സന്തോഷ വാർത്തയാണ്, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല, അതൊക്കെ ഏറ്റെടുക്കാൻ ഇവിടെ ആളുണ്ട്. നിങ്ങൾ പരലോകത്തിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതില്ല, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ആര്? ആ മലക്കുകൾ. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫിഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫിഹാ മാ തദ്ഉൻ നുസുലൻ മിൻ ഗഫൂരിർ റഹീം വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദുൻ എന്ന് ആദ്യം പറയുകയാണ് അവർ മലക്കുകൾ. നിങ്ങളോട് സന്തോഷ വാർത്ത നൽകപ്പെട്ടതായ, നിങ്ങൾ ഇതുവരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കരിച്ച, പ്രയാസപ്പെട്ടുകൊണ്ട് നോമ്പ് പിടിച്ച, പ്രയാസപ്പെട്ടുകൊണ്ട് അധ്വാനിച്ച, അള്ളാഹുവിന് വേണ്ടി അധ്വാനിച്ച, പ്രയാസപ്പെട്ട് അള്ളാഹുവിന്റെ കൽപ്പനയെല്ലാം നടപ്പാക്കിയ, പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളൊക്കെ വിട്ടുനിന്ന, ഇതൊക്കെ നിങ്ങൾ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്ത സ്വർഗ്ഗലോകത്തിലേക്ക് എത്തണമെന്ന ആഗ്രഹമാണല്ലോ. നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾക്കാണ് സന്തോഷ വാർത്ത. അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതായ സ്വർഗ്ഗ സന്തോഷ വാർത്ത, അത് നൽകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് മലക്കുകൾ അവരോട് പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കുന്നതാണ്. ആയത്തിന്റെ പരിപൂർണതയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വബിശ്റൂ ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും. ആ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് എന്ത് ഇച്ഛിക്കുന്നുണ്ട്, എന്ത് ആഗ്രഹിക്കുന്നുണ്ട്, എന്ത് നിങ്ങൾ മോഹിക്കുന്നുണ്ട്, അതെല്ലാം അവിടെ ലഭിക്കും. മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾ തേടുന്ന എല്ലാം അവിടെ ലഭിക്കുന്നതാണ് എന്ന് മലക്കുകൾ വന്നുകൊണ്ട് സന്തോഷവാർത്ത നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ
തന്നെ മദീന ഇമാം ഓതിയതായിട്ട് കാണാം. ഇത് യുഹി റബ്ബുക ഇലൽ മലായികത്തി അന്നി മഅകും ഫതബ്ബിതുൽ ലദീന ആമനു സനുൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റുഅബ എന്ന ഇവിടെ ദുനിയാവിൽ വെച്ചിട്ട് ആ മലക്കുകൾ ഇറങ്ങേണ്ടി വരുന്ന സന്ദർഭത്തിൽ യുദ്ധപോർക്കളത്തിലല്ല, മലക്കുകൾ ഇറങ്ങിയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ആ രൂപം, ആ ശൈലി നമുക്ക് ഖുർആനിൽ കാണാം. അതുപോലെ തന്നെ മരിക്കുന്ന സന്ദർഭത്തിലും ആ മലക്കുകൾ നമ്മുടെ അടുക്കിലേക്ക് വരികയും എന്നിട്ട് സന്തോഷവാർത്ത നൽകുകയും ചെയ്യുന്നതാണ്. എന്തുകൊണ്ട്? മരണപ്പെടുന്ന സന്ദർഭത്തിൽ മദീന ഇമാം പറയും പോലെ പൈശാചിക ശല്യം അവിടെ ഉണ്ടാകും. കാരണം പിശാച്ച് അവസാന നിമിഷം വരേക്കും മനുഷ്യന്റെ ശത്രുവാണ്. ആ ശത്രുവായതുകൊണ്ട് തന്നെ ആ മരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ വരെ അവനെ എങ്ങനെയെങ്കിലും ഇസ്ലാമിൽ നിന്നിട്ട് പുറത്താക്കാൻ വേണ്ടി, ഇസ്ലാമിനോട് വെറുപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ വേണ്ടി ആ പിശാച്ച് പരിശ്രമിക്കും. ജീവിതമാസകലം പരിശ്രമിച്ചിട്ട് വിജയിക്കാത്ത ഒരു മോമിനിന്റെ അടുക്കലാണെങ്കിൽ അവൻ വരും, അവൻ പോകുന്നതല്ല, അവൻ വിട്ടുപിരിയുന്നതല്ല. അപ്പോൾ ആ പൈശാചിക ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ മലക്കുകളുടെ വരവേൽപ്പ്. ഈ മലക്കുകൾ വരുന്നതോടുകൂടി, ആ സന്തോഷവാർത്ത നൽകുന്നതോടുകൂടി പിശാച് അവിടുന്ന് സ്ഥലം വിടും. അവന്റെ അപകടത്തിൽ നിന്നിട്ട്, അവന്റെ കുതന്ത്ര മന്ത്ര തന്ത്രങ്ങളിൽ നിന്നിട്ട് മോചിക്കാൻ അതിലൂടെ അവർക്ക് സാധിക്കും. കാരണം പിശാചിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? അവിടെ അവൻ കാദിബായ കള്ള വാഗ്ദാനങ്ങളാണ് നൽകുക. അതുപോലെ തന്നെ അവൻ ഹക്കിൽ നിന്നിട്ട് ജനങ്ങളെ ദൂരപ്പെടുത്തുകയാണ് ചെയ്യുക. അതേസമയത്ത് മലക്കുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി പറയുന്ന ശൈലിയാണ് ഇന്നലി ശൈത്താനി ലമ്മ ഉലിൽ മലക്കി ലമ്മ. പിശാച് നമ്മുടെ കൂടെയുണ്ട്, മലക്കുകൾ നമ്മുടെ കൂടെയുണ്ട്. മലക്കുകളുടെ അതിലൂടെ വരുന്നത് എന്താണ്? സന്തോഷ വാർത്തയും ഖൈറും നന്മയും ഒക്കെയാണ് അവർ നമ്മളോട് വാഗ്ദാനം ചെയ്യുക. ആ വാഗ്ദാനമാണ് നമുക്ക് ലഭിക്കുക. ഈ മരണപ്പെടുന്ന സന്ദർഭത്തിൽ വരേക്കും ആ വാഗ്ദാനം ലഭിക്കാൻ വേണ്ടി, നൽകാൻ വേണ്ടി അവരെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ആ അനുഗ്രഹീത മലക്കുകൾ അല്ലാഹു അയക്കുമെന്ന് നാം കേട്ടല്ലോ, നാം നേരത്തെ മദീന ഇമാം ഓതിയതായ ആയത്തിലൂടെ. എന്നതുപോലെ തന്നെ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മനുഷ്യന്റെ ശത്രുവായ പിശാച് അവന്റെയും ശതമാനം ആ മനുഷ്യന്, ആ മുസ്ലിമായ മനുഷ്യനാവട്ടെ അല്ലാത്ത മനുഷ്യന്മാരാവട്ടെ, അവർക്കെല്ലാം പൈശാചിക ശതമാനം അവിടെയുണ്ട്. അതെന്തിലൂടെയാണ്? അവന്റെ കള്ളവാഗ്ദാനങ്ങളിലൂടെയും അവൻ സത്യവിരുദ്ധം കാണിച്ചു കൊടുക്കുന്നതിലൂടെയും സത്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നതിലൂടെയുമാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറയുന്നത്, ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ ഫത്തഖിദുഹു അദുവ. പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണേണ്ടതാണ്. അതുപോലെ തന്നെ അശ്ശൈത്താനു യഅദുകുമുൽ ഫഖറ വയഉമുറുകും ബിൽ ഫഹ്ശാ. പിശാച് നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് ദാരിദ്ര്യത്തെയാണ്. യഅദുകുമുൽ ഫഖറ, എന്താണ് ദാരിദ്ര്യം? കാശ് അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കാൻ തീരുമാനിക്കുമ്പോൾ പിശാചിന്റെ പൈശാചിക വഹി നമുക്ക് വരും. എന്ത്? നാം കാശ് ചെലവഴിച്ചാൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടായി പോകും, അതുകൊണ്ട് അത് ചെയ്യേണ്ടതില്ല എന്ന്. വയഉമുറുകും ബിൽ ഫഹ്ശാ, അതുപോലെ തന്നെ പിശാച് നമ്മളോട് കൽപ്പിക്കും നീച നികൃഷ്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി. വല്ലാഹു യഅദുകും മഗ്ഫിറത്തൻ മിൻഹു വഫളല. അല്ലാഹു ആണെങ്കിൽ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്നത് അവന്റെ പാപമോചനവും അല്ലാഹുവിന്റെ ഫളലും നിങ്ങൾക്ക് ലഭിക്കുമെന്നതാണ്. അതാണ് മലക്കുകളിലൂടെ നാം കണ്ടത്. മലക്കുകൾ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ആ പാപമോചനവും സ്വർഗ്ഗലോക സന്തോഷവാർത്തയും നൽകാൻ വേണ്ടി മരിക്കാൻ പോകുന്ന അടുക്കലേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ ആ മലക്കുകൾ നമ്മുടെ അടുക്കലേക്ക് ലഹു മുഅഖിബാത്തും മിൻ ബൈനി യദൈഹി വമിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാഹ്. മലക്കുകൾ നമ്മുടെ അടുക്കൽ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ട് ഇരിക്കും. രാവിലെ ഒരു വിഭാഗം വരും നമ്മുടെ നന്മ തിന്മകൾ എഴുതാൻ വേണ്ടി. അവരുടെ ഡ്യൂട്ടി വൈകുന്നേരം അവസാനിക്കും. അപ്പോൾ അവസാനിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു വിഭാഗം വരും. എന്നിട്ട് അവർ രാവിലെ വരെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അവരിവിടെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ രാവിലെയും വൈകുന്നേരവും രാവിലെയും വന്നും പോയിക്കൊണ്ടേ ഇരിക്കുന്ന മലക്കുകൾ വേറെയുണ്ട്. അതും ഖുർആൻ തന്നെ സ്ഥാപിച്ചതാണ്. അള്ളാഹുവിന്റെ അമ്രിൽ നിന്നിട്ട്, അള്ളാഹുവിന്റെ തീരുമാനം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വല്ല അപകടമുണ്ടാവുകയാണെങ്കിൽ, ആ അപകടം ഉണ്ടാവേണ്ട സമയമായിട്ടില്ലെങ്കിൽ അതിൽ നിന്നിട്ട് സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കൂടെയുള്ള മലക്കുകൾ വർക്ക് ചെയ്യും. അവരുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ പരലോകത്തിലേക്ക് എത്തി കഴിയുമ്പോൾ ആ സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിൽ കൂടിയും അവർ പ്രവേശിച്ച് കടന്നു വരുന്നതാണ്. എന്നിട്ട് പറയുന്നതാണ് ഈ സ്വർഗവാസിയാവാൻ പോകുന്നതായ സത്യവിശ്വാസികളോട്, സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് സലാം, നിങ്ങൾ ക്ഷമിച്ചതിന് പകരമാണ് നിങ്ങൾക്ക് ഈ ലഭിക്കുന്നതായ പ്രത്യേകത. അതുകൊണ്ട് ഫനിഅമ ഉഖ്ബദ്ദാർ, എന്തോ ഒരു നല്ല അന്ത്യം, എന്തോ ഒരു നല്ല വീട്, എന്തോ ഒരു നല്ല സന്തോഷ വാർത്ത അവർക്ക് ലഭിച്ചത്. അതൊക്കെ മലക്കുകളിലൂടെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നുസുലൻ മിൻ ഗഫൂരിർ റഹീം എന്ന് മദീന ഇമാം ഓതിയതായ ആയത്തിന്റെ സമാപനത്തിൽ കാണാം. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ വിരുന്നാണ് നിങ്ങൾക്ക് ആ സ്വർഗലോകത്തിൽ കൂടി ലഭിക്കുന്നത് എന്ന് ആയത്തിന്റെ സമാപനത്തിൽ കാണാൻ സാധിക്കുന്നതാണ്.
അതെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഫിയാൻ ഇബ്നു അബ്ദുള്ളയോട് പഠിപ്പിച്ചതായ ഒരു ഹദീസും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. മഹാനായ റസൂൽ പറയുകയുണ്ടായി, ദീനിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതായ വസിയത്ത് ഞാൻ പറഞ്ഞു തരട്ടെയോ? അപ്പോൾ അദ്ദേഹം അതെ എന്ന് പറയുകയും അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഖുൽ ആമൻതു ബില്ലാഹ്, നീ അല്ലാഹുവിൽ ഞാൻ കെട്ടുറപ്പുള്ള വിശ്വാസമുള്ള ആളായി മാറി. എന്നിട്ടോ സുമ്മസ്തഖിം, പിന്നെ ചൊവ്വായ മാർഗം സ്വീകരിക്കുക. ഇസ്തിഖാമത്തോടുകൂടി നീ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്ത ആ ഉടമ്പടിയാകുന്ന ആ അഹദാകുന്ന ആ അഗ്രിമെന്റ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ നീ സ്ഥാപിച്ചതായ ആ അഗ്രിമെന്റ് അനുസരിച്ചിട്ട് നീ ജീവിക്കുക. അതാണ് ഇസ്തിഖാമത്ത്. ആ ഇസ്തിഖാമത്ത് അത് ഹസനാത്തുകൾ വർദ്ധിക്കാനും സയ്യാത്തുകൾ കുറയാനും, ഹസനാത്തുകൾ വർദ്ധിക്കുമ്പോൾ നാം മഹാത്മാക്കളാകുന്ന അസ്സാബിഖൂൻ അസ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ എന്ന് അള്ളാഹു പറഞ്ഞതായ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നവർ, മുൻപന്തിയിലേക്ക് എത്തുന്നവർ അള്ളാഹുവിന്റെ അടുക്കലും അങ്ങനെ തന്നെ പരലോകത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിൽ അവന് ഫസ്റ്റ് സീറ്റിൽ തന്നെ റിസർവേഷൻ ചെയ്യാൻ സാധിക്കും. അതാണ് നാം കണ്ടത്. നമ്മുടെ സഹാബാക്കളാകുന്ന, നമ്മുടെ നേതാക്കളാകുന്ന സഹാബാക്കൾ ഫസ്റ്റ് സീറ്റ് റിസർവേഷൻ ചെയ്ത റസൂലുള്ളാഹി സന്തോഷവാർത്ത നൽകിയ അശ്റത്തുൽ മുബശ്ശിരീൻ നാം കേട്ടു. അതുപോലെ തന്നെ എല്ലാ സഹാബാക്കളെ കുറിച്ചും കുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാ സഹാബാക്കൾക്കും സ്വർഗ സന്തോഷ വാർത്ത അള്ളാഹു നൽകിയതായിട്ട് നാം കേട്ടു. ഇതൊക്കെ എന്തിലൂടെയാണ്? ആ സമ്പാദ്യം അവർ സമ്പാദിച്ചത് എന്തിലൂടെയാണ്? ആ പ്രത്യേകത അവർക്ക് ലഭിച്ചത് എന്തിലൂടെയാണ്? അവരുടെ അധ്വാനത്തിലൂടെ, അവരുടെ പരിശ്രമത്തിലൂടെ, അവരുടെ മത്സരത്തിലൂടെ, സ്വർഗത്തിലേക്ക് എത്താൻ അവർ കാട്ടിയതായ സേവനത്തിലൂടെ, ആ മത്സരത്തിലൂടെ, അത് പോർക്കളത്തിലാവട്ടെ, അല്ലെങ്കിൽ പള്ളിയിലാവട്ടെ, അല്ലെങ്കിൽ സമ്പത്തിനെ അള്ളാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കലിലൂടെയാവട്ടെ, അല്ലെങ്കിൽ മറ്റു സൽക്കർമ്മങ്ങൾ ചെയ്യലൂടെയാവട്ടെ, ഏതായാലും സത്യവിശ്വാസിയാകുന്ന അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞ അങ്ങനെയുള്ള വിഭാഗം മുസ്തഖീമായിട്ടാണ് ജീവിച്ചതെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സത്യവിശ്വാസികൾ വഫാത്താകുന്ന സന്ദർഭത്തിൽ മലക്കുകളെ അയക്കുന്നതും ആ റഹ്മത്തിന്റെ മലക്കുകളാകുന്ന അനുഗ്രഹീത മലക്കുകൾ അവർക്ക് സ്വർഗ സന്തോഷവാർത്ത നൽകുന്നതും അവർക്ക് മരണപ്പെടുന്ന സന്ദർഭത്തിലുള്ളതായ ദുഃഖവും വേദനയും ദൂരപ്പെടുത്താൻ വേണ്ടി അവര് ആ സത്യവിശ്വാസികൾ അടുക്കൽ ചെല്ലുന്നതും ആണ് എന്ന സത്യസന്തോഷ വാർത്ത നമുക്ക് ഖുർആനാണ് പഠിപ്പിച്ചത്. അങ്ങനെയുള്ള സന്തോഷ വാർത്ത ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് മരിക്കുന്നവരിൽ നാം എല്ലാവരെയും അല്ലാഹു പെടുത്തുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്രമമായി അള്ളാഹു നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ അഥവാ ഇന്ത്യയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് അവരുടെ ഷായിറുദ്ദീൻ നടപ്പാക്കാനും അള്ളാഹുവിന്റെ ഷായിറിനെ പൊക്കിപ്പിടിക്കുവാനും അതിന്റെ വിജയ പതാക പറപ്പിക്കുവാനുമുള്ള അന്തരീക്ഷവും ചുറ്റുപാടും അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കി തരട്ടെ. അതിനുള്ള ചുറ്റുപാട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. മുസ്ലിങ്ങൾക്ക് അവരുടെ അള്ളാഹു കൽപ്പിച്ചതായ വിധി വിലക്കുകളൊക്കെ നടപ്പാക്കിക്കൊണ്ട് ജീവിക്കുന്നതിനുള്ള തടസ്സങ്ങൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ ദഅവത്ത് പ്രചരിപ്പിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം മുമ്പുള്ളതിനേക്കാളും കൂടുതൽ സ്വാതന്ത്ര്യത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലുള്ള മുസ്ലിങ്ങൾക്ക് നൽകും പോലെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതായ സർവ്വ സഹോദര സഹോദരിമാർക്കും അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. രോഗികളുടെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. പ്രയാസമുള്ളവർ പ്രയാസത്തെ അള്ളാഹു ദൂരപ്പെടുത്തട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി